റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് അശ്വതി അരവിന്ദ് എഴുതിയ ലാസറിൻ്റെ മക്കൾ. കേൾക്കൂ, ആസ്വദിക്കൂ. മുടന്തർ നടന്നു, കുരുടർ കാഴ്ച പ്രാപിച്ചു, ബധിരർക്ക് കേൾവിയുണ്ടായി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. കർത്താവേ, എൻ്റെ മേലും നീ കാരുണ്യം ചൊരിയണമേ. എന്നെ പഴയ ലാസറാക്കണമേ. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും നീ തിരികെ തരണമേ. ഇടത്തല എന്ന നാട്. അവിടെ കായലോരത്ത് കാറ്റേറ്റ് വിറച്ചു നിൽക്കുന്ന ഒരു ചെറ്റപ്പുര. അതിൻ്റെ തിണ്ണയിൽ രൂപക്കൂടിന് മുന്നിൽ നിന്ന് ലാസർ പ്രാർത്ഥിക്കുകയാണ്, മനോവേദനയോടെ. നിശബ്ദമായുള്ള പ്രാർത്ഥന. നേരം പുലരുന്നതേയുള്ളൂ. മൂടൽ മഞ്ഞിൻ്റെ നേർത്ത പാട കായൽപ്പരപ്പിന് മീതെ വീണ് കിടക്കുന്നു. പള്ളിയിലെ മണിനാദം ദൈവികമായ ഒരു സാന്ത്വനം പോലെ മുഴങ്ങി കേൾക്കുന്നു. ആദ്യത്തെ കടത്തുപോട്ട് കുടുകുടു ശബ്ദത്തോടെ ജെട്ടിയിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പച്ച, കാപ്പി. മകൾ റീന ഒരു ഗ്ലാസ് ചൂടുകാപ്പിയും കൊണ്ട് തിണ്ണയിലേക്ക് വന്നു. ലാസർ അത് വാങ്ങി പെട്ടെന്ന് കുടിച്ചു. പിന്നെ ഭക്തി നിർഭരമായ ഹൃദയത്തോടെ രൂപക്കൂട്ടിലെ വെള്ളിക്കുരിശിലൊന്ന് മുത്തി. ഒരിക്കൽ കൂടി കുരിശു വരച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങി. നാളെ ക്രിസ്മസ് ആണ്. എവിടുന്നെങ്കിലും കുറച്ച് രൂപ ഒപ്പിച്ചെടുക്കണം. പക്ഷേ ചോദിച്ചാൽ കിട്ടുന്നവരായ ആരുടെയും രൂപം മനസ്സിൽ തെളിയുന്നില്ല. എവിടെ ചെന്ന് ആരോടാണ് ചോദിക്കുക? ചിന്തകളിൽ തലച്ചോറ് പോഞ്ഞ് അയാൾ തിടുക്കത്തിൽ നടന്നു. പണ്ട് ഇടത്തലയിലെ ഒരു നല്ല പണക്കാരനായിരുന്നു ലാസർ. ധാരാളിത്തമേറും. ആരെയായാലും അതിര് കവിഞ്ഞ് വിശ്വസിക്കും. ഈ രണ്ട് സ്വഭാവങ്ങളാണ് ലാസറിനെ അധപതനത്തിലേക്ക് നയിച്ചത്. പോരാത്തതിന് സ്ഥിരമായ മദ്യപാനവും. കുടിച്ചാൽ പക്ഷേ അയാൾക്ക് വഴക്കൊന്നുമില്ല. ഭൂമി ഒരു സ്വർഗമായും മനുഷ്യരെല്ലാം മാലാഖമാരായും തോന്നുന്നെന്ന് മാത്രം. അതിൻ്റെ പ്രസന്നത മുഖത്ത് തെളിയുകയും ചെയ്യും. ഇടത്തലയിലെ മറ്റൊരു പണക്കാരനായിരുന്നു പുത്തൻ വീട്ടിൽ അവറാച്ചൻ. ലാസർ അവറാച്ചനുമായി ചേർന്ന് പങ്കു ബിസിനസ് തുടങ്ങി. മലഞ്ചരക്ക്. കിഴക്ക് മലയോര പട്ടണത്തിൽ അവർ കച്ചവടത്തിന് പ്രത്യേകം സ്ഥലം വാങ്ങി കെട്ടിടം പണിയിച്ചു. ഉഗ്രം വ്യാപാരം. കാലം നീങ്ങിയപ്പോൾ അവറാച്ചൻ പങ്കുപിരിഞ്ഞു. സ്വന്തമായി അയാൾ വേറെ കച്ചവടം തുടങ്ങി. അടിക്കടി അയാൾ അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു. ലാസറിന്റെ വ്യാപാരം പൊളിഞ്ഞു. ഭാര്യയുടെ കഴുത്തിലെ കെട്ടുമിന്നു പോലും പണയത്തിലായി. വീട് സ്ഥലവും വിൽക്കേണ്ടി വന്നു. കായൽ തീരത്ത് 5 സെന്റ് ഭൂമി വാങ്ങി അവിടെ ഒരു കൊച്ചു കൂര വെച്ചു. ഇരട്ടക്കട്ടിലിൽ പതുപതുപ്പുള്ള മെത്തയിലുറങ്ങി ശീലിച്ച റോസാമ്മയ്ക്ക് കീറപ്പായയിൽ കെട്ടിയവനോടൊപ്പം കിടക്കേണ്ടി വന്നു. പട്ടിണിയും പരിവട്ടവുമായി അപ്പനും അമ്മയും മക്കളും പലഞ്ഞു. ലാസറിന്റെ കുടിലിനുള്ളിൽ ദാരിദ്ര്യവും രോഗവും മാറാതെയായി. കടം വാങ്ങി അയാൾ മടുത്തു. മുഖപരിചയമുള്ള സകലർക്കും ഓരോരോ തുക കൊടുത്തു തീർക്കാനുണ്ട്. പഴയ സ്നേഹിതന്മാരും പരിചയക്കാരും അയാളെ കണ്ടാൽ വഴിമാറി നടക്കാൻ തുടങ്ങി. ഏതായാലും റോസമ്മയ്ക്ക് കഷ്ടപ്പാടുകളിൽ നിന്നും സ്ഥിരമായ മോചനം ലഭിച്ചു. മഞ്ഞപ്പിത്തം വന്ന് ആ സാധു സ്ത്രീ മരണത്തിന്റെ പിടിയിലമർന്നു. ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെയായി ലാസർ. വരുമാനമില്ലാത്ത ദിവസങ്ങൾ, വിശന്ന് തളർന്ന മക്കൾ. ഒന്നുകിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അഭിമാനം മറന്ന് എന്ത് പണിക്കും തയ്യാറാവുക. ആലോചിച്ച് അവസാനം ആ പിതാവ് ഒരു തീരുമാനത്തിലെത്തി. ചുമടെടുക്കുക. ഒരു പ്രഭാതത്തിൽ ഇടത്തലയിലെ ബോട്ടുചെട്ടിയിൽ ഒരു പുതിയ ചുമട്ടുകാരനെ ആളുകൾ കണ്ടു. ലാസർ. തലയിൽ വട്ടക്കെട്ടും ചുണ്ടിൽ പുഞ്ചിരിയുമായി പഴയ സ്നേഹിതന്മാരോട് അയാൾ ചോദിച്ചു, ആ കെട്ട് ഞാൻ എടുക്കട്ടെ? ചാക്കും പാട്ടയും ഞാൻ ബോട്ടിലെടുത്ത് വെച്ച് തരാം. സാർ കയറിയട്ടെ. പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായെന്ന് ലാസർ കരുതി. പക്ഷേ ചില്ലി പൈസ പോലും കിട്ടാത്ത ദിവസങ്ങളും ഒരു ചുമട്ടുകാരൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അയാൾ അറിഞ്ഞു. ഒരിക്കൽ വീണ്ടു വിചാരമില്ലാതെ താൻ ഒഴുക്കിക്കളഞ്ഞ പണത്തെ ഓർത്ത് അയാൾ ഉള്ളാലെ കരഞ്ഞു. 4 മക്കളാണ് ലാസറിന്. സാബു, റീന, റൂബിൾ, ഡെയ്സി. റീനയും ഡെയ്സിയും 10ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. മിടുക്കുകളാണെങ്കിലും അതിലപ്പുറം അവരെ പഠിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. റൂബി കോളേജിലെത്തി. അത് അവൻ്റെ മാത്രം സാമർഥ്യം കൊണ്ടാണ്. രാവിലെയും വൈകുന്നേരവും ഓടി നടന്ന് അവൻ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്ത് പണമുണ്ടാക്കി. രാത്രിയിൽ ഉറക്കം കളഞ്ഞിരുന്ന് പഠിച്ചു. BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പക്ഷേ ഫലമെന്ത്? പ്രായമായ അപ്പച്ചൻ ചുമടെടുത്താലേ കുടുംബം നടക്കൂ. ഇടയ്ക്കിടെ റൂബിൾ ജെട്ടിയിൽ ചെല്ലും.
അപ്പച്ചനെ സഹായിക്കും. പെട്ടി ചുമക്കാനോ പിടിവണ്ടി വലിക്കാനോ ആ വിദ്യാസമ്പന്നന് മടിയില്ല. മകൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ലാസറിന് സങ്കടമാവും. അയാൾ കപട ദേഷ്യത്തോടെ അവനെ പറഞ്ഞുവിടാൻ ശ്രമിക്കും. പോടാ വീട്ടിൽ. ബിഎയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചേച്ച് അവൻ വന്നിരിക്കുന്നു ചുമടെടുക്കാൻ. റൂബിൽ അത് കേട്ട് ചിരിക്കും. പിന്നെ മറുപടി കൊടുക്കും. അപ്പച്ച, നറുക്കെടുപ്പ് കഴിഞ്ഞ് ലോട്ടറി ടിക്കറ്റിന്റെ വില പോലുമില്ല ബിഎയുടെ സർട്ടിഫിക്കറ്റിന്. അതിനെപ്പറ്റി ഓർത്ത് അപ്പച്ചൻ വെറുതെ വിഷമിക്കണ്ട. മൂത്ത മകൻ സാബുവിൽ ലാസറിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ ഒരു വലിയ നിലയിലെത്തുമെന്ന് അയാൾ തീർച്ചയാക്കി. കൗശലക്കാരൻ, കരുതലുള്ളവൻ. കമിഴ്ന്നു വീണാൽ കാൽപ്പണമായിട്ടേ സാബു പൊങ്ങുകയുള്ളൂ. 10ാം ക്ലാസ്സിൽ 2 തവണ തോറ്റപ്പോൾ സാബു പഠിപ്പ് നിർത്തി, രാഷ്ട്രീയത്തിലിറങ്ങി. യൂണിയനെന്നും കമ്മിറ്റിയെന്നും ഒക്കെ പറഞ്ഞ് അവൻ രാപ്പകലില്ലാതെ ഓടി നടന്നു. 10 കാശുണ്ടാക്കാനുള്ള നേരത്ത് നീ ഈ വാൾ പോസ്റ്ററും കൊണ്ട് ഒട്ടിച്ച് നടന്നാൽ മതിയോടെ സാബു. ലാസർ മകനെ ശാസിച്ചു. അപ്പച്ചനറിയാമോ, ഇന്നത്തെ തൊഴിലാളി നേതാവാണ് നാളത്തെ MLA. നാളത്തെ MLA ആണ് മറ്റന്നാളത്തെ മന്ത്രി. ഞാൻ മന്ത്രിയായ പിന്നെ എൻ്റെ അപ്പൻ ലാസർ ആരാ? മന്ത്രിയെക്കാളും തിരക്കായിരിക്കും മന്ത്രിയുടെ അപ്പന്. സാബുവിൻ്റെ ന്യായീകരണം. അത് കേൾക്കുമ്പോൾ ലാസർ ചിരിച്ചു പോകും. വല്ലപ്പോഴുമൊക്കെ സാബു വീട്ടിലേക്ക് വരികയുള്ളൂ. കാലുവെന്ത നായെപ്പോലെ ഓടിയായിരിക്കും ആ വരവ്. റീനയെ കണ്ടാൽ ഉടനെ അവൻ ചോദിക്കും, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോടി റീനെ? അവൾക്ക് അത് കേൾക്കുമ്പോൾ കലി കയറും. ഞാൻ നേര് നെറിയുള്ള പെണ്ണായിപ്പോയി. ഇല്ലെങ്കിൽ എൻ്റെ കൈ കാശ് കണ്ടേനെ. നല്ല ഒന്നാന്തരം പച്ചനോട്ട് തന്നെ. നാട് നന്നാക്കാൻ നടക്കുന്ന ആള് ഇടയ്ക്ക് ഓടി വരുമ്പോൾ ചോദിക്കാൻ കണ്ട ചോദ്യം, കാശുണ്ടോന്ന്. മുഖം വെട്ടിച്ച് റീന അടുക്കളയിലേക്ക് പോകും. സാബു പിന്നെ ഒരക്ഷരം മിണ്ടില്ല. അമ്മച്ചിയുടെ നാവാണ് റീന ചേച്ചിക്ക് കിട്ടിയത്. മരിക്കുമ്പോൾ നാക്ക് ചേച്ചിക്ക് കൊടുക്കാൻ അമ്മച്ചി മറന്നില്ല, ഡെയ്സി പറയും. നീ നോക്കിക്കോ ഡെയ്സി, മന്ത്രിയുടെ കാറിൽ ഞാൻ ഈ മുറ്റത്ത് വന്നിറങ്ങും. ആഭ്യന്തര വകുപ്പാണ് കിട്ടുന്നതെങ്കിൽ വനിതാ പോലീസിനെ കൊണ്ട് 10 അടി ഞാൻ ഇവൾക്ക് കൊടുപ്പിക്കും. സാബുവിൻ്റെ ഭീഷണിപ്പെടുത്തൽ. ഹാ, അത് ശരിയായിരിക്കും. മറ്റുള്ളവരൊക്കെ മന്ത്രിയാകുമ്പോൾ നാട്ടുകാരെയാണ് ഇടിപ്പിക്കുന്നത്. ഇവിടെ ഒരാൾ മന്ത്രിയായ വീട്ടിലുള്ളവരെ ഇടിപ്പിക്കും. കേൾക്കാൻ ശേലുണ്ട്, പറ. റീന വീണ്ടും സഹോദരന്റെ മുമ്പിലെത്തും. ഒരു വിളറിയ ചിരിയോടെ സാബു സ്ഥലം വിടും. ലാസറിന്റെ കുടുംബത്തോട് വിധി കരുണ കാണിച്ചില്ല. സാബുവിനെ ഒരു യൂണിയൻ സെക്രട്ടറി പോലും ആവാൻ സാധിച്ചില്ല. വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് ഇടത്തലയിലെ പള്ളിമുറ്റത്ത് വെച്ച് സാബു കുത്തേറ്റ് മരിച്ചു. രാഷ്ട്രീയ പകപോക്കലായിരുന്നു ആ കൊലപാതകം. ഒരു സംഘം ആളുകൾ ചുറ്റിനു നിന്ന് പൊടുന്നനെയാണ് ആക്രമണം തുടങ്ങിയത്. അവന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലായിരുന്നു. ഊർജ്ജസ്വലനും ശുഭാപ്തി വിശ്വാസിയുമായ സാബുവിൻ്റെ സ്വപ്നങ്ങൾ ശ്മശാനത്തിലെ 6 അടി മണ്ണിൽ അമർന്നു. മകന്റെ വേർപാട് ലാസറിന് താങ്ങാൻ കഴിഞ്ഞില്ല. ഒരു ഭ്രാന്തനെ പോലെ അയാൾ കുറച്ചു കാലം സ്വയം പെറുപുറത്തുകൊണ്ട് നടന്നു. പിന്നെ തികഞ്ഞ ഭക്തനായി മാറി. ചുമടെടുക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും അയാൾ ദൈവപുത്രന്റെ പീഡനങ്ങളെക്കുറിച്ച് പാടിക്കൊണ്ടിരുന്നു. മക്കൾ എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ലാസർ പറയുന്നത്, എനിക്ക് 4 മക്കൾ. കായൽ തീരത്തെ കരിങ്കൽ കെട്ടിലൂടെ ജെയിംസ് നടന്നു. താഴെ അയാൾക്കൊപ്പം ഡെയ്സിയും. 2 പേരും പള്ളി പിരിഞ്ഞു വരികയാണ്. ജെട്ടിയിലെ ബുക്കിംഗ് ക്ലർക്കാണ് ജെയിംസ്. ചുമട്ടുകാരൻ്റെ മകളാണെങ്കിലും സുന്ദരിയും ശാലീനയുമായ ഡെയ്സിയെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അവളുമായി അയാൾ അനുരാഗത്തിലുമായി. ഇങ്ങോട്ട് കയറി വാ പെണ്ണെ, നമുക്കൊന്ന് കൈപിടിച്ച് നടക്കാം, പുഞ്ചിരിയോടെ ജെയിംസ് പറഞ്ഞു. വേല മനസ്സിലിരിക്കട്ടെ, ആദ്യം കൈപിടിക്കേണ്ടത് ഇവിടെ വെച്ചല്ല, ഗൗരവത്തോടെ അവൾ മറുപടി കൊടുത്തു. ജെയിംസിന് ജാള്യത തോന്നി. അത് മറച്ചു പിടിക്കാൻ എന്ന പോലെ അയാൾ ഉറക്കിയൊന്ന് ചിരിച്ചു. പിന്നെ അറിയാത്ത ഭാവത്തെ ചോദിച്ചു, വേറെ എവിടെ വെച്ചാണ് ആദ്യം കൈപിടിക്കേണ്ടത്? പള്ളിയിൽ, വേണ്ടപ്പെട്ടവരുടെ സമക്ഷത്ത് വെച്ച്. അതിനിനിയും കുറഞ്ഞത് ഒരു പഞ്ചവത്സര പദ്ധതിയെങ്കിലും കഴിയണമല്ലോ മോളെ. ആ, ചിലപ്പോ അതിലും കൂടുതൽ കഴിയേണ്ടി വരും. എന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുവരെ കാത്തിരിക്കണം. കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ലെങ്കിലോ? ജെയിംസ് നടപ്പു നിർത്തി. ഡെയ്സിയുടെ പാദങ്ങളും നിശ്ചലമായി. അവളുടെ നോട്ടം അയാളുടെ കണ്ണുകളിൽ തന്നെ തൊട്ടുനിന്നു. അയാളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എന്തോ ഒന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. പറയൂ, കാത്തിരിക്കാൻ ക്ഷമയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? അയാൾ ചോദ്യം ആവർത്തിച്ചു. ജെയിംസിന് വേറൊരു പെൺകുട്ടിയെ കെട്ടാം, എന്നേക്കാൾ സുന്ദരിയെ, എന്നേക്കാൾ പഠിപ്പുള്ളവളെ. പഴയ പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ്
ഞാൻ ശല്യപ്പെടുത്തുമെന്ന് പേടിക്കണ്ട. എന്നെ വഞ്ചിച്ചെന്ന പരാതിയും പറയില്ല. ക്ഷണിച്ചാൽ കല്യാണത്തിന് കൂടും. പിന്നെ ഇതുപോലെ പള്ളി പിരിഞ്ഞു വരുമ്പോൾ ഈ കായൽക്കരയിലിരുന്ന് ആരും കാണാതെ ഞാൻ കരയും. ലാസറിൻ്റെ മകൾക്ക് അതിനല്ലേ കഴിയൂ. അവളുടെ കൺകോണുകളിൽ നനവിൻ്റെ ഒരു ഉറവ് പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും മുഖം വാടിയിരുന്നില്ല. വിധിയുമായുള്ള പൊരുത്തപ്പെടലിൻ്റെ ശാന്തതയുണ്ടായിരുന്നു അവൾക്ക്. ജെയിംസ് വല്ലാതെയായി. ഡെയ്സി, അയാൾ അമ്പരപ്പോടെ വിളിച്ചു. ഡെയ്സി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പൊന്നെ. എത്ര നാൾ വേണമെങ്കിലും നിനക്കായി ഞാൻ കാത്തിരിക്കാം. നിന്റെ റെയ്ന ചേച്ചിയുടെ വിവാഹം കഴിയുന്നത് വരെ, നിന്റെ റൂബിളച്ചായന് ഒരു ജോലി കിട്ടുന്നത് വരെ, എൻ്റെ ഈ കൊച്ചു മാലായ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം. അയാൾ കൽക്കെട്ടിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. ഡെയ്സി പെട്ടെന്ന് ഹാവ്സാരിയുടെ തുമ്പുയർത്തി കണ്ണുകളൊപ്പി അയാൾക്ക് നേരെ മധുരമായി മന്ദഹസിക്കാൻ ശ്രമിച്ചു. അങ്ങിങ്ങ് പൊടിഞ്ഞ് സുഷിരം വീണ അവളുടെ വസ്ത്രങ്ങളിൽ അയാൾ ഒരു നിമിഷം നോക്കി. അയാളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലെങ്ങോ മുറിവ് വീണു. ഞാൻ നിനക്കൊരു നല്ല സാരി വാങ്ങിത്തരട്ടെ മോളെ, അയാൾ ചോദിച്ചു. വേണ്ട, കുറച്ച് രൂപ തരട്ടെ. ആരും അറിയില്ല. ആരും അറിയാത്തതൊന്നും ഇപ്പോഴെനിക്ക് വേണ്ട. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുന്നത്? എങ്ങനെയാണ് നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കില്ലേ ഡെയ്സി? എന്നോട് ജെയിംസിന് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കായി കാത്തിരിക്കുക. എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടി കഴിയുമ്പോൾ നല്ല പട്ടുസാരി തന്നെ വാങ്ങിത്തന്നോളൂ. അതിനു മുമ്പ് ഈ പഴയതൊക്കെയാണ് എനിക്ക് യോജിച്ചത്. ഓ, വല്ലാത്ത ദുരഭിമാനമാണ് നിനക്ക്, അയാൾ അസഹീനതയോടെ പറഞ്ഞു. കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് അവർ പിരിഞ്ഞു. ഡെയ്സിയുടെ രൂപം കണ്ണുകളിൽ നിന്ന് മറയുവോളം അയാൾ കായൽക്കരയിൽ തന്നെ നിന്നു. രാത്രി, ക്രിസ്മസ് രാത്രി. വീടുകൾക്ക് മുമ്പിൽ നക്ഷത്രവിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. പടക്കം പൊട്ടുന്നതിൻ്റെ ശബ്ദം കൂടെ കൂടെ കേൾക്കാം. ആഹ്ലാദത്തിൻ്റെ പൂത്തിരികൾ കത്തുന്നു. കരോൾ സംഘങ്ങളുടെ ഗാനാലാപനം അന്തരീക്ഷത്തെ പുളകം കൊള്ളിക്കുന്നു. ജെട്ടിയിൽ നിന്നും അവസാനത്തെ കടത്തുബോട്ടും അകന്നു. കായൽ പരപ്പിൽ വെളിച്ചത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കിക്കൊണ്ട് ദൂരം പിന്നിടുന്ന ആ ബോട്ടിലേക്ക് നോക്കി ലാസർ കരയിൽ നിന്നു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകളിൽ നീർത്തുളുമ്പി. വരുമാനമില്ലാത്ത മറ്റൊരു ദിവസത്തിൻ്റെ അന്ത്യത്തെയോർത്ത് അയാളുടെ നെഞ്ചുരുകി. ജെട്ടിയിലെ സിമെന്റിട്ട പടവിലേക്ക് ലാസർ തളർന്നിരുന്നു. അയാളുടെ കാൽച്ചുവട്ടിൽ കായലോളങ്ങൾ ഇളകിക്കൊണ്ടിരുന്നു. ആകാശത്തിലെ പറവകളെ നോക്കൂ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. ദൈവമേ, അങ്ങനെ പറഞ്ഞത് അവിടുന്ന് തന്നെയോ? ക്രിസ്മസ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഇതുപോലൊരു രാത്രിയിലാണ് ഉണ്ണിയേശു പിറന്നു വീണത്. അയാൾ ആകാശത്തേക്ക് നോക്കി. എവിടെ? വിശുദ്ധർക്ക് വഴി കാണിച്ച വെള്ളി നക്ഷത്രം. ഇടത്തലയിലെ ക്രിസ്തീയ ഭവനങ്ങളിലെല്ലാം ആനന്ദത്തിൻ്റെ വെള്ളി വെളിച്ചം പരന്നിരിക്കുന്നു. പക്ഷേ തൻ്റെ വീട്ടിൽ മാത്രം ഇരുട്ട് കൂടാരമടച്ചിരിക്കുന്നു. തൻ്റെ മക്കൾ അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യം. അയാളുടെ കണ്ണുകളിൽ നിന്നും ചുടു കണ്ണുനീർ കണങ്ങൾ അടർന്നു വീണു. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ലാസർ ചേട്ടൻ ഇവിടെ ഇരിക്കുവാണോ? വീട്ടിൽ പോകുന്നില്ലേ? ജെട്ടിയിലെ ബുക്കിംഗ് ക്ലർക്ക് ജെയിംസിൻ്റെ ചോദ്യം. ഞാൻ എന്തിനാ മോനെ വീട്ടിൽ പോകുന്നത്? ചുമടെടുത്തിട്ട് എൻ്റെ ഇന്നത്തെ വരുമാനം ദേ ഇതാ. എളിയിൽ നിന്നും ഒരു 2 രൂപ നോട്ടെടുത്ത് ജെട്ടിയിലെ ലൈറ്റ് വെട്ടത്തിൽ ലാസർ ഉയർത്തി കാണിച്ചു. 10-50 വേണമെങ്കിൽ ഞാൻ തരാം. കൈ കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി. പിന്നെ നമുക്കൊന്ന് കൂടുകയും ചെയ്യാം. ലാസർ ചേട്ടന് വേണ്ടി ഞാനൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. നാളെ എനിക്ക് അവധിയാണ്. രാവിലെ ഞാൻ പോകും നാട്ടിലേക്ക്, ജെയിംസ് പറഞ്ഞു. അയാൾ മുറിയിൽ ചെന്ന് ഒരു ഫുൾ ബോട്ടിൽ 3X റം എടുത്തുകൊണ്ടുവന്നു. ലാസർ പെട്ടിക്കടക്കാരൻ അനിരുദ്ധനെ വിളിച്ചുണർത്തി. 2 ഗ്ലാസുകളും റോസ്റ്റ് ചെയ്ത കടലയും മേടിച്ചു. തൻ്റെ മകളെ ജെയിംസ് സ്നേഹിക്കുന്ന വിവരം ആ ചുമട്ടുകാരന് അറിയില്ല. നക്ഷത്രങ്ങൾ ചിരിക്കുന്ന ആകാശത്തിന് താഴെ കായലോരത്തിരുന്ന് അവർ ക്രിസ്മസ് ആഘോഷിച്ചു. മോന് എൻ്റെ മകനാകാനുള്ള പ്രായമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നത് കർത്താവ് പൊറുക്കത്തില്ല. ആദ്യത്തെ ഗ്ലാസ് കാലിയാക്കിയിട്ട് ലാസർ പറഞ്ഞു. അയാൾ വെള്ളം ചേർക്കാതെയാണ് കുടിച്ചത്. ജെയിംസ് കായലിൽ നിന്നും വെള്ളമെടുത്ത് റമ്മിൻ്റെ വീര്യം കുറച്ച് ഉപയോഗിച്ചു. സംസാരിച്ചിരുന്ന് സമയം നീങ്ങി. നേരം പാതിരായോടടുത്തു. കുപ്പിയിൽ പകുതി ശേഷിച്ചിട്ടുണ്ട്.
ലാസർ ചേട്ടൻ പള്ളിയിലേക്ക് വരുന്നുണ്ടോ? ഞാനില്ല മോനെ, കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞവനാണ് ഞാൻ. എന്നാ ഞാൻ പോകുക, പിന്നെ കാണാം. പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ നോട്ടെടുത്തു കൊടുത്തിട്ട് ജെയിംസ് നടന്നകന്നു. ലാസർ ആ നോട്ട് മുഖത്തോടടുപ്പിച്ച് പിടിച്ചു. അയാളുടെ നെഞ്ചിനുള്ളിൽ ഒരു തേങ്ങലുടക്കി. 50 രൂപ. ഈ ലാസർ പണ്ട് ബ്രാണ്ടിക്കടയിലെ മേശപ്പുറത്തേക്ക് എത്രയോ വലിയ തുകകൾ പുല്ലുപോലെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. ദൈവമേ, നീ എന്നെ ശിക്ഷിച്ചു. നിന്റെ പിറവി ആഘോഷിക്കാൻ എനിക്ക് തെണ്ടേണ്ടി വന്നു. അയാൾ പിന്നെയും കുടിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അയാൾ കുഴിഞ്ഞ ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു. കായലോളങ്ങൾ അതേറ്റു ചൊല്ലി. കുപ്പിയിൽ ശേഷിച്ചിരുന്ന മദ്യവും ലാസർ അകത്താക്കി. കോഴികൾ കൂവി. രാത്രി അവസാനിച്ചു. പുലരിത്തൊടുപ്പിൽ കിഴക്കേ മാനം ചുവന്നു. പള്ളിയിലും അമ്പലത്തിലും പ്രഭാതഗീതങ്ങൾ മുഴങ്ങി. ആദ്യത്തെ കടത്തുബോട്ടിനു വേണ്ടി യാത്രക്കാരെത്തി. ജോലിക്കാർ കെട്ടഴിച്ച് ജെട്ടിയിലേക്ക് ബോട്ട് വലിച്ചടിപ്പിച്ചു. അപ്പോൾ കൽക്കെട്ടിന് താഴെ വെള്ളത്തിൽ നിഴൽ പോലെ ഒരു രൂപം കണ്ടു. ആളുകൾ ബഹളം വെച്ചു. നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിന്ന ജെയിംസ് പെട്ടെന്ന് ഓടിയെത്തി. ഒരു നടുക്കത്തോടെ ജെയിംസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കാഴ്ചക്കാർ വീർപ്പടക്കി നിന്നു. പുലരിക്കാറ്റിൻ്റെ നിശ്വാസം, കായലോളങ്ങളുടെ തേങ്ങൽ. നിമിഷങ്ങൾ കടന്നുപോയി. ലാസറിന്റെ തണുത്ത് വിറങ്ങലിച്ച ശവശരീരം കൈകളിൽ കോരിയെടുത്ത് ജെയിംസ് കരയ്ക്കെത്തി. ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചു വിങ്ങി, കണ്ണുകൾ നിറഞ്ഞു. ഒരു ഗദ്ഗതത്തോടെ അയാൾ ജഡം ബോട്ട് ചെട്ടിയുടെ വരാന്തയിൽ കിടത്തി. നനഞ്ഞു കുതിർന്ന 50 രൂപ നോട്ടിന്റെ പകുതി ഭാഗം അപ്പോഴും ലാസറിന്റെ നിർജീവമായ കൈക്കുള്ളിൽ കാണാമായിരുന്നു. ബോട്ട് ചെട്ടിയിൽ ഒരാൾക്കൂട്ടം. റൂബിളിന്റെ കാൽവയ്പ്പുകൾക്ക് വേഗതയേറി. രാത്രിയിൽ വീട്ടിലെത്താത്ത പിതാവിനെ തിരഞ്ഞിറങ്ങിയതാണ് അയാൾ. ആരെങ്കിലും സൽക്കരിച്ചു കാണും. അപ്പച്ചൻ വെളിവില്ലാതെ വീണു കിടക്കുകയായിരിക്കും, അയാൾ മനസ്സിൽ വിചാരിച്ചു. ഓടിയെത്തി അയാൾ കണികളെ തള്ളി മാറ്റി നോക്കി. ഹൃദയം പിളർക്കുന്ന കാഴ്ച. സ്വന്തം പിതാവിന്റെ ജഡം. എൻ്റെ അപ്പച്ചാ! ഒരു നീണ്ട നിലവിളി അയാളുടെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. പരിചയക്കാരിൽ ചിലർ ചേർന്ന് പെട്ടെന്ന് അയാളെ പിടിച്ചു മാറ്റി. ഇടത്തലയാകെ നിമിഷ നേരം കൊണ്ട് വാർത്ത പരന്നു. ചുമട്ടുകാരൻ ലാസർ കുടിച്ച് വെളിവില്ലാതെ കായലിൽ വീണു മരിച്ചു. റീനയും ഡേസിയും ബോട്ടുചെട്ടിയിൽ പാഞ്ഞെത്തി. അപ്പച്ചന്റെ ചലനമറ്റ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അവർ ഹൃദയം പൊട്ടിക്കരഞ്ഞു. യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കേണ്ടതെന്ന ദിവസം. സ്വന്തം പിതാവിന്റെ വേർപാടിൽ വാവിട്ട് നിലവിളിക്കാനാണ് ആ സാധുക്കൾക്ക് വിധിയുണ്ടായത്. കണ്ടു നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇടത്തലയിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പകിട്ടു കുറഞ്ഞു. പക്ഷേ പണക്കാരന്റെ ഭവനങ്ങളിൽ നിന്നും സ്വാദിഷ്ടമായ ഇറച്ചിക്കറികളുടെ സുഖകരമായ ഗന്ധം ഉയർന്നുകൊണ്ടിരുന്നു. പോലീസ് വന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ശവം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്തു. റൂബിളും ജെയിംസും മറ്റു ചില പരിചയക്കാരും ചേർന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. എല്ലാ ചെലവുകളും ജെയിംസാണ് വഹിച്ചത്. കുറ്റബോധത്താൽ ആ ചെറുപ്പക്കാരന്റെ മനസ്സ് നീറി. ഒരു കുപ്പി റമ്മുമായി താൻ സൽക്കരിക്കാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ലാസറു ചേട്ടൻ ഇപ്പോഴും ജീവനോടെ ഇരുന്നേനെ. ദാവീദിന്റെ പുത്രനെ വാഴ്ത്തിപ്പാടി ഡെയ്സിയും റീനയും റൂബിളും ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചേനെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലാസറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ സമയം 3 മണിയായി. അച്ഛനും പരിവാരങ്ങളും എത്തി. അന്ത്യകർമ്മങ്ങൾ നടത്തി. ഇടത്തല പള്ളിയിൽ നിന്നും മരണമണി മുഴങ്ങി. ചുമട്ടുകാരൻ ലാസറിന്റെ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുത്തു. റീനയും ഡേസിയും റൂബിളും പൊട്ടിക്കരഞ്ഞു. ഭാഗ്യദോഷത്തിന്റെയും പരാജയത്തിന്റെയും കയ്പുനീർ കുടിച്ച് ജീവിച്ച ഒരു പാവപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങുന്നു. ആ ചെറിയ വിലാപയാത്രയുടെ പിന്നിൽ അപ്പോഴൊരു ബെൻസുകാർ ഒഴുകി വന്നു നിന്നു. കഴുത്തിൽ സ്വർണമാലയും കൈവിരലുകളിൽ തങ്കമോതിരവുമുള്ള ഒരു ധനാഢ്യൻ ആ കാറിന്റെ പിൻസീറ്റിലിരുന്നു കൊണ്ട് വെളിയിലേക്ക് നോക്കി. പുത്തൻ വീട്ടിൽ അവറാച്ചനായിരുന്നു അത്. പങ്കുകച്ചവടത്തിലൂടെ ലാസറിന്റെ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്ത് പണം പിടുങ്ങി ധനികനായവൻ. വിശ്വസിച്ചവരെ തൊഴിച്ച് വഴിമാറിപ്പോയവൻ. ലാസറിനെ തെണ്ടിയാക്കിയവൻ. ദുഷ്ടനെ പന പോലെ വളർത്തുന്ന ദൈവം അവറാച്ചന് പൊന്നും പണവും മാളികയും നൽകി ബഹുമാനിച്ചു. ലാസറിന് നിത്യദാരിദ്ര്യവും. ശവമഞ്ചവുമായി വിലാപയാത്ര ശ്മശാനത്തിലെത്തി. റീനയും ഡെയ്സിയും റൂബിളും പിതാവിന് അന്ത്യചുംബനം നൽകി. 6 അടി മണ്ണിൽ ലാസർ ദീർഘനിദ്ര ആരംഭിച്ചു. പാതിരാക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു. കായൽ തെരുവുകളുടെ കലമ്പൽ.
നക്ഷത്രങ്ങൾ നിരന്ന ആകാശത്ത് തെളിഞ്ഞ ചന്ദ്രകല. ചെറിയ മുറ്റത്ത് റൂബിൾ തെക്ക് വടക്ക് നടന്നു. അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നടുക്കടലിൽ വെച്ച് അമരക്കാരൻ നഷ്ടപ്പെട്ട തോണിയായിരിക്കുന്നു തൻ്റെ ജീവിതം. വിവാഹപ്രായം കടന്ന 2 സഹോദരികൾ, സ്വന്തമായി ഒരു വരുമാന മാർഗമില്ലാത്ത താൻ. 4-5 ട്യൂഷനുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള കിട്ടപ്പോര് വളരെ തുച്ഛം. 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൻ്റെ ചില്ലറ ചെലവ് പോലും അതുകൊണ്ട് നടക്കില്ല. പണത്തിന് പുതിയൊരു വഴി കണ്ടെത്തണം. അതിനാരെ സമീപിച്ചാൽ ഒക്കും? അയാൾ ആലോചിച്ചു. പുത്തൻ വീട്ടിൽ അവറാച്ചന് സ്വന്തമായി പല സ്ഥാപനങ്ങളുമുണ്ട്. ഈ നാട്ടിൽ അവറാച്ചനോളം പ്രമുഖനായി മറ്റൊരാളില്ല. അപ്പച്ചനോടൊത്ത് പണ്ട് അയാൾ പങ്കുകച്ചവടം ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു നന്ദിയും സ്നേഹവും അയാൾക്ക് കാണാതിരിക്കുമോ? ശേഷിച്ച രാത്രിയിൽ അങ്ങനെ ചില ചിന്തകളോടെ റൂബിൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ജെയിംസ് വന്നു. അയാൾ കുറച്ച് രൂപ റൂബിളിന് നേരെ നീട്ടി. ജെയിംസേ, കഴിവിലധികം നീ ഇപ്പം ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. അപ്പച്ചൻ്റെ ശവമടക്കിനുള്ള മുഴുവൻ ചെലവും നീയാണ് എടുത്തത്. ഇനി ഒന്നും വേണ്ട, റൂബിൾ പറഞ്ഞു. സന്മനസ്സുള്ള ആ സ്നേഹിതനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നറിയാം. പോരാത്തതിന് തൻ്റെ സഹോദരിയുമായി ജെയിംസ് സ്നേഹത്തിലുമാണ്. കൂടെ കൂടെ അയാൾ ഇവിടെ വന്നാൽ ആളുകൾ പലതും പറയും. സഹായവും സന്ദർശനവുമൊക്കെ ഇനി അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് മതി. റൂബിളെ, ഞാനിത് നിനക്ക് കടമായിട്ടാണ് തരുന്നത്. നിന്റെ കയ്യിൽ പണം കിട്ടുമ്പോൾ ഈ കടമങ്ങ് വീട്ടിയേക്കണം. വെറുതെ നിന്റെ ദുരഭിമാനം പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ജെയിംസ് പറഞ്ഞു. റൂബിളിൻ്റെ പക്ഷത്താ ഞാനും. റീന അവിടേക്ക് വന്നു. റൂബിളിൻ്റെ പക്ഷത്തെന്ന് പറഞ്ഞാൽ? ജെയിംസ് ചോദിച്ചു. എനിക്കിപ്പം ജെയിംസും റൂബിളും തുല്യമാ, റീന തുടർന്നു. രണ്ടും എൻ്റെ ആങ്ങളമാർ. 2 പേരുടെയും സഹായം എനിക്ക് ഒരുപോലെയുള്ളൂ. പക്ഷേ നാട്ടുകാർ അത് സമ്മതിക്കൂല. അവർ ഭൂതക്കണ്ണാടിയും വെച്ച് ഇങ്ങോട്ട് നോക്കിയിരിപ്പാ. ഇവിടെ ലാസറിൻ്റെ പെമ്മക്കൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്നാ അവർക്കറിയേണ്ടത്. ജെയിംസ് ഇവിടെ കൂടെ കൂടെ വന്നാൽ എൻ്റെ അനിയത്തി ഞാനും ജെയിംസിൻ്റെ പെമ്പിള്ളമാരാന്ന് അവർ പറയും. റീനെ, ജെയിംസ് ഉച്ചത്തിൽ വിളിച്ചു. കോപം കൊണ്ട് അയാളുടെ മുഖം ചുമന്നു. ദേഷ്യപ്പെടേണ്ട, ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. റീന അടുക്കളയിലേക്ക് പോയി. വീട്ടിനുള്ളിൽ ഡെയ്സി ഇതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വന്ന് ജെയിംസിനെ സമാധാനപ്പെടുത്തി. സാരമില്ല ജെയിംസേ, റീന ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാ. മുഖം നോക്കാതെ എന്തും തുറന്നടിക്കും. എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങളുടെ അമ്മച്ചിയുടെ തനി പിറവിയാ റീന ചേച്ചി. ജെയിംസിന് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്നോളൂ. നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ജെയിംസ് പെട്ടെന്ന് തൻ്റെ കയ്യിൽ കിടന്ന മോതിരം ഊരിയെടുത്ത് ഡെയ്സിയുടെ അണിവിരലിൽ ബലമായി അണിയിച്ചു. റൂബിൾ അമ്പരപ്പോടെ അത് നോക്കി നിന്നു. അവിടേക്ക് വന്ന റീനയും ആ രംഗത്തിന് സാക്ഷിയായി. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിവാഹിതരായിരിക്കുന്നു, വികാരാധീനനായ ജെയിംസ് പ്രഖ്യാപിച്ചു. നമ്മളോട് തന്നെ സത്യസന്ധതയുള്ളവരായിരിക്കണം, അയാൾ തുടർന്നു. സ്നേഹം കൊണ്ട് നമ്മൾ ബന്ധിതരാണ്. ലാസറു ചേട്ടൻ എനിക്ക് അന്യനായിരുന്നില്ല. നിങ്ങളും എനിക്ക് അതുപോലെ തന്നെയാണ്. മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തി എന്നെ നിങ്ങൾ സ്വന്തത്തിലൊരാളായി കരുതി. മേലിലും അതുണ്ടാവണം. എനിക്കൊരു സഹോദരിയെ വിവാഹം ചെയ്തയക്കാനുണ്ട്. ഞാൻ അത് ഉടനെ നടത്തും. പിന്നെ 4 പേരറിഞ്ഞ് ഞാൻ ഡെയ്സിയുടെ കഴുത്തിൽ മിന്നുകെട്ടും, ഇവിടുത്തെ പള്ളിയിൽ വെച്ച്. തൽക്കാലം ഞാൻ പോകുന്നു. ഇനി ഞാൻ ഈ പടി കടക്കുന്നത് മണവാളനായി മാത്രം. അയാൾ തല ഉയർത്തിപ്പിടിച്ച് ഒരു ജേതാവിനെ പോലെ ഇറങ്ങിപ്പോയി. റീനയും റൂബിളും ഡെയ്സിയും ആ പോക്ക് നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. കായലോരത്തെ ആ കൊച്ചുകുടിലിൽ ജീവിതം കൂടുതൽ ക്ലേശകരമായി തീർന്നു. ഇടത്തലയിലെ ഒരു ഭേദപ്പെട്ട പണക്കാരനാണ് സക്കറിയാസ്. ഭാര്യ സിസിലിക്കുട്ടി. ഒരു മകളുണ്ട്, പേര് ഗേളി. അവൾ ഊട്ടിയിൽ ഒരു പബ്ലിക് സ്കൂളിൽ പഠിക്കുകയാണ്. സിസിലിക്കുട്ടിക്ക് എന്നും അസുഖം. ബ്ലഡ് പ്രഷർ, ഷുഗർ, ഈസ്നോഫീലിയ, കൈകാൽ കടിച്ചിൽ, നടുവേദന, അങ്ങനെ ഒരു 100 കൂട്ടം. എല്ലാം വെറും പടക്കമാണ്. മെയ് അനങ്ങാതെ ജീവിക്കണം, അത്ര തന്നെ. പണമുള്ളതുകൊണ്ട് വേലക്കാരികളെ നിർത്താൻ പ്രയാസമില്ല. റീന വല്ലപ്പോഴും ഒരിക്കൽ സിസിലിക്കുട്ടിയെ സഹായിക്കുന്നതിന് പോവുമായിരുന്നു. ഈസ്റ്ററിനോ പള്ളിപ്പെരുന്നാളിനോ മറ്റ് ഏതെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിലോ മാത്രം. സക്കറിയാസിന്റെ കഴുകൻ കണ്ണുകളും സിസിലിക്കുട്ടിയുടെ നശിച്ച പരദൂഷണവും അടുത്ത് റീന ഒടുവിലത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അവൾ സക്കറിയാസിന്റെ വീട്ടിൽ അടുക്കള ജോലിക്ക് പോയി തുടങ്ങി. ഡെയ്സി വനിതാ സമാജത്തിൽ തയ്യൽ പരിശീലിക്കുന്നതിനും ചേർന്നു. അവിടെ ചേർന്നതുകൊണ്ട് അവൾക്ക് 2 ഗുണം കിട്ടി.
ജെയിംസിനെ നിത്യവും കാണാം. ഭാവിയിലേക്ക് ഒരു തൊഴിൽ പരിശീലിക്കുകയും ചെയ്യാം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് വന്ന റൂബിൾ ഡെയ്സിയെ വിളിച്ചു പറഞ്ഞു. ഡെയ്സി, ഞാൻ ആ അവറാച്ച മുതലാളി ഒന്ന് കാണാൻ പോവുകയാ. എന്തെങ്കിലും ഒരു സഹായം അയാളോട് ചോദിക്കാം. പണ്ട് നമ്മുടെ അപ്പൻ അയാളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? റൂബിളച്ചായന് വേറെ ഒരു പണിയുമില്ലേ? മരിച്ച അടക്കിന് പോലും വരാത്ത അയാളാണോ നമ്മളെ സഹായിക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നും പറയരുത് ഡെയ്സി. അവറാച്ചൻ ഭാഗ്യവാനാ. അയാൾ വ്യാപാരം ചെയ്ത് വലിയ പണക്കാരനായി. നമ്മുടെ അപ്പച്ചന് ഭാഗ്യമില്ലായിരുന്നു. ഉള്ളതും കൂടി നശിച്ച് ഒടുവിൽ ചുമടെടുത്ത് ജീവിക്കേണ്ടി വന്നു. ഏതായാലും ഞാനൊന്ന് പോയിട്ട് വരാം. ദൈവം തമ്പുരാനാണേലും അങ്ങോട്ട് അപേക്ഷിക്കാതെ എന്തെങ്കിലും സഹായം ചെയ്യുമോ? എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരൂ. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അയാൾ ഇറങ്ങി നടന്നു. സിനിമാ തിയേറ്റർ, പെട്രോൾ പമ്പ്, ലിക്കർ ഷോപ്പ്, ഇരുമ്പുകട, ഇഷ്ടിക വ്യാപാരം, സാനിറ്ററി ഫിറ്റിംഗ്സ്, അങ്ങനെ സ്ഥാപനങ്ങൾ നിരവധിയാണ് അവറാച്ചന്. ഇടത്തലയിലെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെ സമുന്നതൻ. രാഷ്ട്രീയത്തിലും ഉയർന്നു വരുന്ന ഒരു നേതാവാണ് അയാൾ. സാക്ഷാൽ ഒടേ തമ്പുരാൻ സന്ദർശനത്തിന് വന്നാലും വിശ്രമവും ഭക്ഷണവും അവറാച്ചന്റെ ബംഗ്ലാവിലായിരിക്കും. ഒരാണും ഒരു പെണ്ണുമാണ് അയാൾക്ക് മക്കൾ, ജോയിയും റസീനയും. ജോയി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. റസീന നാട്ടിൽ തന്നെയുള്ള ജൂനിയർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക്. വീട്ടിലേക്കല്ല, ഓഫീസിലേക്കാണ് റൂബിൾ പോയത്. ഭാഗ്യത്തിന് അവറാച്ചൻ സ്ഥലത്തുണ്ടായിരുന്നു. വെളിയിൽ കാത്തുനിന്ന് കാല് കഴിച്ചതിന് ശേഷമാണ് കടന്നു ചെല്ലാൻ അനുവാദം കിട്ടിയത്. മുതലാളി ആർക്കോ ഫോൺ ചെയ്യുന്നു. ഇരിക്കാൻ തന്നോട് പറയുമെന്ന് റൂബിളിന് വിചാരമുണ്ടായിരുന്നു. അത് അബദ്ധമായി. മുമ്പിലൊരാൾ ഓച്ചാനിച്ച് നിൽക്കുന്നതാണ് അവറാച്ച മുതലാളിക്ക് ഇഷ്ടം. എന്തു വേണം? റിസീവർ ക്രാഡലിൽ വെച്ചിട്ട് ഗൗരവത്തോടെ മുതലാളി ചോദിച്ചു. ലാസറിന്റെ മകനാണ് ഞാൻ, ഭവ്യതയോടെ റൂബിൾ പറഞ്ഞു. ആരുടെ മകനാണെന്നല്ല ചോദിച്ചത്, എന്തു വേണമെന്നാണ്. അപ്പച്ചൻ മരിച്ചത് പിന്നെ ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. കുറച്ച് പണം തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി. ഇവിടെ പണവുമില്ല, ജോലിയുമില്ല. അവറാച്ചൻ മുതലാളിയുടെ പുരികങ്ങൾ ഉയർന്നു. പണം വെറുതെ വേണ്ട, കടമായിട്ട് തന്നാ മതി. എന്തെങ്കിലും ഒരു ചെറിയ വ്യാപാരം ചെയ്യാനാ. സർക്കാർ ജോലി കിട്ടിയിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിതം നടക്കുകയില്ല. റൂബിളുടെ സ്വരം കുറെ കൂടി ദയനീയമായി. പണം തരാം, പക്ഷേ പണയം വെക്കാൻ നിന്റെ കയ്യിൽ വലുതുമുണ്ടോ? ഒന്നുമില്ല. എങ്കിൽ നിനക്ക് പോകാം. വെറുതെ പണം കൊടുക്കുന്ന സ്ഥാപനം ഇതല്ല. റൂബിൾ ആകെ തകർന്നു. ഒരു വാക്കോ ഒരു നോട്ടമോ ചിലപ്പോൾ മുതലാളിയുടെ മനസ്സിൽ ദേവിൻ്റെ ഉറവ് തെളിച്ചേക്കാം. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മുതലാളി. കൂടുതൽ വിനയത്തോടെ അയാൾ പറഞ്ഞു. ഇറങ്ങിപ്പോടാ. പോയി തൂമ്പയെടുത്ത് കിളയ്ക്കാൻ നോക്ക്. വന്നോളൂ രാവിലെ ഓരോന്ന്. വ്യാപാരം ചെയ്യാൻ പണം വേണം പോലും. മുതലാളി റിസീവർ എടുത്ത് മറ്റൊരു നമ്പർ കറക്കി. മനുഷ്യർക്ക് ഇങ്ങനെയും പെരുമാറാൻ കഴിയുന്നല്ലോ, റൂബിൾ അതിശയിച്ചു. തൻ്റെ പിതാവിനോടൊത്ത് കൂട്ടുകച്ചവടം നടത്തിയവൻ, അപ്പച്ചൻ നിരവധി തവണ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവനെയാണ്, ഈ കള്ള റാസ്കലിനെ. തൂമ്പ എടുക്കണം പോലും. തൂമ്പ എടുക്കാം, കിളയ്ക്കാം. പക്ഷേ എവിടെയാണ് കിളയ്ക്കേണ്ടത്? നടു റോഡിലോ, പുതുമൈതാനിയിലോ, മുനിസിപ്പൽ പാർക്കിലോ? തൂമ്പ എടുക്കാൻ ഞാൻ തയ്യാറാണ് മുതലാളി. കിളയ്ക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഉറച്ച സ്വരത്തിൽ റൂബിൾ പറഞ്ഞു. 100 നോട്ടുകൾ തിങ്ങി നിറഞ്ഞ മേശവലിപ്പ് ഊക്കോടെ തള്ളിയടച്ച് അവറാച്ച മുതലാളി ചാടി എഴുന്നേറ്റു. വാതിൽക്കിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. ഇറങ്ങിപ്പോടാ. റൂബിൾ ഞെട്ടിയില്ല. മേശയോട് കൂടുതൽ ചേർന്നു നിന്ന് അയാൾ ചോദ്യം ആവർത്തിച്ചു. പറയണം മുതലാളി, എവിടെയാണ് കിളയ്ക്കേണ്ടത്? ഈ ഓഫീസിന്റെ മുറ്റത്തോ? മുതലാളിയുടെ സിനിമാ തിയേറ്ററിലോ? പെട്രോൾ പമ്പിലോ? സ്റ്റാർ ഹോട്ടലിലോ? ലിക്കർ ഷോപ്പിലോ? മുതലാളി താമസിക്കുന്ന മണിമാളികയിലോ? എവിടെയാണ് കിളയ്ക്കേണ്ടത്? നിന്റെ തന്തയുടെ നെഞ്ചത്ത്. അവറാച്ചൻ മുതലാളി അത് പറഞ്ഞു തീർന്നതും റൂബിളിന്റെ വലത് കൈതലം ഉയർന്നതും ഒരുമിച്ചായിരുന്നു. പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ മുതലാളിയുടെ കവിളത്ത് അടി വീണു. ആ പണക്കാരന്റെ കണ്ണുകൾ ഏതാനും നിമിഷങ്ങളിലേക്ക് ഇരുണ്ടുപോയി. കാതിനുള്ളിൽ വല്ലാത്തൊരു മുഴക്കം. അയാളുടെ ചീർത്ത കവിളിൽ റൂബിളിന്റെ വിരൽപ്പാടുകൾ തിണർത്തു കിടന്നു. മുതലാളി പെട്ടെന്ന് രഹസ്യമായ ഒരു ബെല്ലമർത്തി. എന്തിനും തയ്യാറായി 4-5 ഗുണ്ടകൾ ഞൊടിയിടയ്ക്കുള്ളിൽ വാതിൽക്കലെത്തി. മേശയോട് ചേർന്ന് 3 സ്റ്റീൽ കസേരകൾ കിടപ്പുണ്ടായിരുന്നു. മിന്നൽ വേഗത്തിൽ അതിലൊന്ന് റൂബിൾ കൈക്കലാക്കി. കൊല്ലു ഞാൻ! സ്റ്റീൽ കസേര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അലറി. ഗുണ്ടകൾ ഒരു നിമിഷം അറച്ചു നിന്നു. റൂബിളിന്റെ കണ്ണുകൾ തീക്കനലുകളായിരിക്കുന്നു.
ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ഭാവമാണ് ആ മുഖത്ത്. നോക്കി നിൽക്കുവാണോടോ നിങ്ങൾ? കയറി വന്ന് ഇവന്റെ നാട്ടിലെ ചവിട്ടി ഓടിക്കണം. ഗുണ്ടകളുടെ നേർക്ക് ഔറാച്ച മുതലാളി അലറി. കോപം കൊണ്ട് അയാൾ അടിമുടി വിറച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് തൻ്റെ കരണത്ത് ഒരടി കിട്ടുന്നത്, അതും ഇങ്ങനെ ഒരു തെണ്ടിയുടെ കൈകൊണ്ട്. ഗുണ്ടകൾ മുറിക്കകത്തേക്ക് കയറി. റൂബിൾ ധൈര്യം വിടിയാതെ കരുതി നിന്നു. തല്ലുകൊണ്ടാലും ശരി, ഒരുത്തനെങ്കിലും താൻ ഇന്ന് തട്ടും. വില കൂടിയ ഫോറിൻ കാർപ്പറ്റായിരുന്നു തറയിൽ വിരിച്ചിരുന്നത്. ഗുണ്ടകളിൽ ഒരുവൻ കണ്ണു കാണിച്ചു. മറ്റുള്ളവർ അത് മനസ്സിലാക്കി. ഞൊടിയിടയ്ക്കുള്ളിൽ അവർ ആ കാർപ്പറ്റ് ഉയർത്തി ഒറ്റ വെടി. റൂബിൾ നിന്ന നിലയിൽ പിന്നിലേക്ക് മറിഞ്ഞു. അയാളുടെ കയ്യിലിരുന്ന സ്റ്റീൽ കസേര തെറിച്ചുപോയി. പിന്നീട് അവിടെ നടന്നത് ഒരു ഉഗ്രൻ സംഘട്ടനമായിരുന്നു. തക്കിടി മുണ്ടന്മാരായ 5 പേരോട് റൂബിൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു. പക്ഷേ ഏറെ നേരം അത് തുടരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കൈകൾക്ക് കരിങ്കല്ലിന്റെ ഉറപ്പുള്ളവരായിരുന്നു ഗുണ്ടകൾ. അവരെല്ലാം ചേർന്ന് റൂബിളിനെ ഇഞ്ച പരുവത്തിലാക്കി. അടിയേറ്റ് അയാളുടെ കടവായിലൂടെ ചോരയൊഴുകി. കണ്ണുകൾ ചുവന്നു വിങ്ങി. അവസാനം പിന്നിൽ നിന്നൊരാൾ അടിച്ച അടിയിൽ റൂബിൾ തറയിലേക്ക് മൂക്കുകുത്തി വീണു. കൈകൾ ഇരുവശത്തേക്കും വിരിച്ച് ചലനശേഷി നഷ്ടപ്പെട്ടതുപോലെ അയാൾ കിടന്നു. അയാളുടെ മൂക്കിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോര തറയിൽ പരന്നുകൊണ്ടിരുന്നു. രാമൻകുട്ടി, അവൻ ചത്തോ? ഔറാച്ച മുതലാളി ചോദിച്ചു. രാമൻകുട്ടി റൂബിളിന്റെ മൂക്കിന് മുമ്പിൽ കൈവച്ച് നോക്കി. ഇപ്പം ചത്തിട്ടില്ല മുതലാളി, പക്ഷേ ഉടൻ ചാകുന്ന ലക്ഷണമാ. കുഴപ്പമായോ? അമ്പരപ്പോടെ മുതലാളി അടുത്തു വന്നു. റൂബിളിന്റെ കൈ പിടിച്ച് നാഡീപിടിപ്പ് നോക്കി. വളരെ മന്ദഗതിയിലാണ് നാടിയിടിക്കുന്നത്. ചാകാറായ ലക്ഷണം തന്നെ. നാശമായല്ലോ, മുതലാളി പിറുപിറുത്തു. മുറിക്കുള്ളിൽ 4-5 തവണ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ടിക്കറ്റ് തരാമെന്ന് പാർട്ടി നേതൃത്വം സമ്മതിച്ചിട്ടുള്ളതാണ്. ജയിച്ചാൽ താൻ മന്ത്രിയാകും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അപ്പോഴേക്കും ഇങ്ങനെ ഒരു പൊല്ലാപ്പുണ്ടായാൽ സംഗതി ആകെ കുഴയും. രാമൻകുട്ടി, ബേബി, രാജപ്പ, ഔറാച്ച മുതലാളി വിളിച്ചു. ആ 3 ശിങ്കിടികളും വന്ന് മുതലാളിയുടെ അടുത്ത് ഭവ്യതയോടെ നിന്നു. എടാ ബേബി, നീ കാറിറക്കി പിൻവശത്ത് ഗോഡൌണിനുള്ളിൽ കയറ്റി നിർത്തണം. രാമൻകുട്ടിയും രാജപ്പനും ചേർന്ന് ഇവനെ എടുത്തു കൊണ്ടുപോയി ബാക്ക് സീറ്റിൽ കിടത്തണം. എന്നിട്ട് നിങ്ങൾ നേരെ കിഴക്കോട്ട് വിട്ടോ. എത്ര കിലോമീറ്റർ വണ്ടി ഓടിയാലും വേണ്ടില്ല, ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് തട്ടിയേച്ച് പോരണം. പിന്നെ ഒരു കാര്യം, സാധാരണ സ്പീഡിലെ വണ്ടി ഓടിക്കാവൂ. ഓവർ സ്പീഡായാൽ ആളുകൾ ശ്രദ്ധിക്കും. വേറൊന്ന്, ഒരേ സ്ഥലത്ത് തന്നെ പലതവണ ചുറ്റിയടിക്കരുത്. അങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങോട്ട് വരുമ്പോഴോ ഒരൊറ്റ ഷാപ്പിലും കയറിയേക്കരുത്. 2 കുപ്പി അകത്ത് ചെന്നാൽ ഉടനെ പ്രസംഗം തുടങ്ങുന്നവനാ നീയല്ല. മുതലാളി വ്യക്തമായി പദ്ധതി വിവരിച്ചു. രാമൻകുട്ടിയും ബേബിയും രാജപ്പനും തലകുലുക്കി സമ്മതിച്ചു. ബേബി പെട്ടെന്ന് കാർ ഇറക്കി പിൻവശത്ത് ഗോഡൌണിനകത്ത് കയറ്റി നിർത്തി. രാമൻകുട്ടിയും രാജപ്പനും ചേർന്ന് റൂബിളിനെ എടുത്തുകൊണ്ടുപോയി ബാക്ക് സീറ്റിൽ കിടത്തി. ഡോർ അടഞ്ഞു. എഞ്ചിൻ ശബ്ദിച്ചു. ആ വാഹനം പുറത്തേക്ക് കുതിച്ചു. രാത്രി ഏറെ ചെന്നിട്ടും റൂബിളിനെ കാണാതെ വന്നപ്പോൾ റീനയ്ക്കും ഡെയ്സിക്കും പരിഭ്രമമായി. അത്താഴം പോലും കഴിക്കാൻ മറന്ന് അവർ ആങ്ങളയെ കാത്തിരുന്നു. ഇതിനു മുമ്പ് എങ്ങും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും 8 മണിക്കിപ്പുറം അവൻ വീടെത്തുന്നതാണ്. ഇന്ന് എന്തു പറ്റിയോ ആവോ? ഒരുപക്ഷെ ഔറാച്ച മുതലാളി സഹായിക്കാഞ്ഞിട്ട് വേറെ വല്ല വഴിക്കും പോയിരിക്കും, ഡെയ്സി പറഞ്ഞു. എന്നോടൊരു വാക്ക് പറയാതെ അവൻ എങ്ങനെ എങ്ങും പോകത്തില്ല, റീന ആ അഭിപ്രായത്തെ എതിർത്തു. ആണുങ്ങളുടെ കാര്യമല്ലേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെയാ കാണുന്നേ, എവിടേക്കാ പോകുന്നേ എന്നൊന്നും തീരുമാനിക്കാനൊക്കില്ല. പെട്ടെന്നൊരു അത്യാവശ്യം വന്ന വിളച്ചായനെ എവിടെ വന്ന് നമ്മളോട് ചോദിച്ചിട്ട് പോകാനൊക്കുവോ? ഉറക്കം തൂങ്ങി ഡെയ്സി വാതിൽ മറയിലേക്ക് ചാരിയിരുന്ന് കണ്ണടച്ചു. വിളക്ക് കരിന്തിരി കത്തിത്തുടങ്ങിയിരുന്നു. റീന അതിൽ മണ്ണെണ്ണ ഒഴിച്ച് തിരി തെളിച്ചു. പിന്നെ അനുജത്തിയെ തൊട്ടുണർത്തി. 2 പേരും പേരിന് മാത്രം 4-5 പിടി വറ്റ് വാരി കഴിച്ചു. കൈ കഴുകുമ്പോഴും അവരുടെ ശ്രദ്ധ പടിക്കൽ റൂബിളിന്റെ കാലൊച്ച കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു. തറ പോലും തൂക്കാതെ പായ വിരിച്ചു. വാതിലടച്ച് വിളക്കണച്ച് അവർ കിടന്നു. എന്നാലും അതൊരു ചതിവായിപ്പോയി. ഇങ്ങനെ 2 പെങ്ങന്മാര് ആൺതുണയില്ലാതെ ഇവിടെ ഉണ്ടെന്ന കാര്യം അവനങ്ങ് മറന്നു. ഇരുളിലേക്ക് നോക്കി റീന പറഞ്ഞു. ഉറക്കത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഡെയ്സി പതുക്കിയൊന്ന് മൂളി. പിറ്റേന്ന് ഞായറാഴ്ച. സക്കറിയാസിന്റെ വീട്ടിൽ ആരൊക്കെയോ വിരുന്ന് വരുന്നുണ്ട്. പിടിപ്പത് പണിയുള്ള ദിവസം. റീന രാവിലെ അങ്ങോട്ട് പോയി. ഡെയ്സി പള്ളിയിലേക്കും. കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾക്ക് തോന്നി ഔറാച്ചൻ മുതലാളിയുടെ ബംഗ്ലാവ് വരെ ഒന്ന് പോകണമെന്ന്. റൂബിളച്ചായൻ അവിടെ ചെന്നോ ഇല്ലയോ എന്നറിയാം. ഒരുപക്ഷെ മുതലാളി പെട്ടെന്ന് എവിടേക്കെങ്കിലും പറഞ്ഞു വിട്ടതാണെന്നും വരാമല്ലോ. ഡെയ്സി ബംഗ്ലാവിലെത്തി. മുൻവശത്ത് ആരെയും കണ്ടില്ല.
അവൾ കോളിംബെല്ലിൽ വിരലമർത്തി. പുറംവേലയ്ക്ക് നിൽക്കുന്ന മുത്തു എന്ന പയ്യനാണ് വന്ന് വാതിൽ തുറന്നത്. എന്തു വേണം? മുത്തു ചോദിച്ചു. അവറാച്ചി മുതലാളിയെ കാണണം. പയ്യൻ അകത്തേക്ക് പോയി. ഉടനെ തന്നെ തിരികെ വരികയും ചെയ്തു. കയറിയിരിക്കാൻ പറഞ്ഞു. അവൻ ഡ്രോയിങ് റൂമിലെ കസേരയുടെ നേർക്ക് കൈ ചൂണ്ടി. അവൾ അകത്തു കയറി കസേരയിലിരുന്നു. തൻ്റെ സ്വകാര്യ മുറിയിലിരുന്ന് അവറാച്ചി മുതലാളി ഒരു ചെറുപ്പക്കാരനെ സൽക്കരിക്കുകയായിരുന്നു അപ്പോൾ. മേശപ്പുറത്ത് മദ്യക്കുപ്പികളും മറ്റു വിഭവങ്ങളും. സമൂഹത്തിലെ ഉന്നതന്മാരുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുള്ളയാളാണ് ആ ചെറുപ്പക്കാരൻ. കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു സഹമന്ത്രിയായിരുന്നു അയാളുടെ പിതാവ്. കൂടാതെ അയാളുടെ ബന്ധുക്കളിൽ ചിലരും വലിയ വ്യവസായികളും പണക്കാരുമാണ്. ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു ഇറക്കുമതി ലൈസൻസിന് വേണ്ടിയാണ് അവറാച്ചി മുതലാളി ആ ചെറുപ്പക്കാരനെ പ്രസാദിപ്പിക്കുന്നത്. മദ്യത്തെക്കാളേറെ മതാലസകളോടാണ് അയാൾക്ക് പ്രിയം. പെണ്ണിന് വേണ്ടി അയാൾ എന്തും ചെയ്യും. ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. ചെറുപ്പക്കാരനോട് അങ്ങനെ പറഞ്ഞിട്ട് മുതലാളി ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു. അയാളെ കണ്ടതും ഡെയ്സി ബഹുമാനത്തോടെ എഴുന്നേറ്റു. അവറാച്ചൻ മുതലാളിയുടെ കണ്ണുകൾ വിസ്മയത്താൽ വിടർന്നു. നാസറിൻ്റെ മകൾ ഇത്രയ്ക്ക് സുന്ദരിയോ? ഇരിക്കൂ. അയാൾ കസേരയുടെ നേർക്ക് കൈ ചൂണ്ടി. വേണ്ട, നിന്നോളാം. ഇരിക്കൂന്ന്. ലാസറിൻ്റെ മകൾക്ക് ഇരിക്കാനുള്ള അർഹതയുണ്ട് ഇവിടെ. എന്താ പേര്? ഞാൻ മറന്നു. ഡെയ്സി. ശരി ശരി. ഡെയ്സി എന്തിനാണിപ്പോൾ വന്നത്? റൂബിളച്ചായൻ്റെ വിവരം ഒന്ന് ചോദിക്കാൻ. ഇങ്ങോട്ട് പോരുമെന്നും പറഞ്ഞ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓ, ഞാനതും വിട്ടുപോയി. നശിച്ചൊരു മറവി കാരണത്താൽ. ഇരിക്കൂന്ന്. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. റൂബിളിനെ ഞാനൊരു ജോലി നൽകി ഒരിടത്ത് അയച്ചിരിക്കുകയാണ്. ഫോൺ ചെയ്ത് വിശദ വിവരം ഇപ്പോൾ പറയാം. മുതലാളി ഉൾമുറിയിലേക്ക് പോയി. കർത്താവേ, മനസ്സൊന്ന് തണുത്തു. നെഞ്ചിൽ കൈവച്ച് അവൾ ആശ്വാസപൂർവ്വം പറഞ്ഞു. പിന്നെ സന്തോഷത്തോടെ കസേരയിലിരുന്നു. എടാ മുത്തു! ഉൾമുറിയിൽ നിന്നും മുതലാളി വേലക്കാരനെ വിളിച്ചു. മുത്തു ഓടിച്ചെന്നു. നിന്റെ കൊച്ചമ്മയും മകളും എവിടെയാ പോയിരിക്കുന്നത്? അടക്കി പിടിച്ച സ്വരത്തിൽ മുതലാളി ചോദിച്ചു. മോർണിംഗ് ഷോയ്ക്ക്. നമ്മുടെ തിയേറ്ററിലാണോ? അല്ല, അനുരാധേനാ. ശരി. വെളിയിൽ ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലെന്നേ പറയാവൂ. ഉവ്വ്. മുൻവശത്തിരിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾ ഇവിടെ വന്ന കാര്യം ആരോടും പറഞ്ഞേക്കരുത്. ഇല്ല, പറയില്ല. അറിയാതെ പോലും അങ്ങനെ ഒരു കാര്യം നിന്റെ വായിൽ നിന്ന് വീഴരുത്. മുതലാളി അവൻ്റെ നേർക്ക് ഒന്ന് കണ്ണുരുട്ടി. മുത്തു വിറച്ചുപോയി. പെട്ടെന്ന് മുതലാളി അനുരാധയിലേക്ക് ഫോൺ ചെയ്തു. മാനേജറല്ലേ? ഇത് ഞാനാ, അവറാച്ചൻ. എൻ്റെ ഭാര്യയും മകളും അവിടെ വന്നിട്ടുണ്ട് മോർണിംഗ് ഷോയ്ക്ക്. അവരോടൊന്ന് പറഞ്ഞേക്കണം ഷോ കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണമെന്ന്. ഞങ്ങൾക്ക് എല്ലാം കൂടി ഒരു സ്ഥലം വരെ പോകാനാ, മറക്കരുത്. അത്യാവശ്യപ്പെട്ട കാര്യമാ. ഞാൻ അങ്ങോട്ട് ഉടനെ വരും. റിസീവർ തിരികെ വെച്ചിട്ട് മുതലാളി വേഗം ചെറുപ്പക്കാരൻ്റെ അരികിലെത്തി. മദ്യപാനത്തിൽ രസിച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. ദേ ഒരു കാര്യം, ഒന്നാന്തരം ഒരു സുന്ദരിയെ ഞാൻ ഇങ്ങോട്ട് വരുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് അവൾ കുറച്ചൊക്കെ എതിർത്തെന്ന് വരും. പിടിച്ച് പിടിയാലെ കാര്യം സാധിച്ചോണം. മുതലാളി അടക്കത്തിൽ അറിയിച്ചു. ചെറുപ്പക്കാരൻ്റെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. ഒരു തവണ കീഴ്പ്പെടുത്തിയ പിന്നെ എളുപ്പമായി. വിളിക്കാതെ തന്നെ അവൾ പുറകെ വന്നോളും. ആളൊരു ദാരിദ്ര്യക്കാരിയാ. വല്ലപ്പോഴും 10-15 കൊടുത്താൽ മതി. കാര്യം കഴിയുമ്പോൾ പക്ഷേ എന്നെ മറക്കരുത്. എനിക്ക് ആ ഇറക്കുമതി ലൈസൻസ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. ഓഫ് കോഴ്സ്, അവറാച്ചിന് വേണ്ടി 1 അല്ല 9 ലൈസൻസ് ഞാൻ ശരിയാക്കി തരും. വ്യാപാര വ്യവസായ രംഗത്ത് അവറാച്ചിനെ ഞാൻ 1ാം സ്ഥാനത്ത് എത്തിക്കും. ചെറുപ്പക്കാരൻ കൈയടിച്ച് സമ്മതിച്ചു. അവളെവിടെ? വിളിക്കൂ. മദ്യലഹരിയോടെ അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആകാംക്ഷയോടെ ഡ്രോയിങ് റൂമിൽ കാത്തിരിക്കുകയായിരുന്നു ഡെയ്സി. ഒരു പുഞ്ചിരിയോടെ അവറാച്ച മുതലാളി വാതിൽക്കലെത്തി. ഡെയ്സിക്ക് ഫോൺ, മുതലാളി പറഞ്ഞു. ഫോണോ? എനിക്കോ? അവൾക്ക് വിസ്മയം. അതെന്താ? ആങ്ങൾക്ക് പെങ്ങളെ ഫോണിൽ വിളിച്ചൂടെ? ഡെയ്സി ഇവിടെ ഉണ്ടെന്ന് ഒടുവിലേ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ റൂബിളിന് സംസാരിക്കണമെന്നായി. അകത്തേക്ക് ചെല്ല്. റിസീവർ അവിടെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡെയ്സി വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾക്ക് തമ്മിൽ വല്ല രഹസ്യവും സംസാരിക്കാനുണ്ടെങ്കിലോ? കൂടുതൽ ഹൃദ്യതയോടെ മുതലാളി ചിരിച്ചു. ടീപ്പോയിൽ കിടന്ന പത്രമെടുത്ത് നിവർത്തി അയാൾ വായന തുടങ്ങി. ഡെയ്സിക്ക് ആകെ ഒരു വെപ്രാളം. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഫോൺ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ റൂബിളച്ചായം വിളിക്കുമ്പോൾ മാറി നിൽക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ഈശോയെ, ഞാൻ കാരണം ഫോണിന് കേടൊന്നും പറ്റരുതേ. നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാതിൽ കടന്ന് അവൾ അകത്തേക്ക് ചെന്നു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
വീണ്ടും കാണാം. നന്ദി.